9:30 അവരെത്തും. എനിക്ക് വേണ്ട. അല്ല, ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. അമ്മയുടെ സ്വഭാവമാണ് നിനക്ക്. എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് പറയാൻ അധികാരമില്ലേ? പക്ഷെ അച്ഛാ, എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ശരി. മണിവള തിളങ്ങണ കയ്യാലേ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? മണിവള തിളങ്ങണ കയ്യാലേ വിരൽ ഞൊട്ടി ഇന്ന് ഒരു പ്രത്യേകമായ ദിവസമാണ്. സരിത ഇത്രയ്ക്കധികം അരി കഴിയണണ്ട. എനിക്ക് 8 നാഴി അരിയാണ് കഴിയണത്. ഇന്നേ അതോ ലോകത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരും. കുറച്ച് കഴിഞ്ഞാൽ എത്തി തുടങ്ങും എല്ലാവരും. കാലത്ത് 9 മണിക്ക് എത്തും. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും ഞങ്ങൾ 12 കുടുംബങ്ങളുള്ളത്. അപ്പം ഓരോ മാസവും ഓരോ കുടുംബങ്ങളുടെ ഓരോ അംഗത്തിൻ്റെയും വീട്ടിൽ മീറ്റിംഗ് കൂടുക. മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടല്ലേ അതന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പുകഴ്ത്തും, കുറേ കൗണ്ടറടിക്കും, കുറേ കളിയാക്കും, കുറേ ഓരോന്നൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുക, ചിരിക്കുക, മെയിനായിട്ടും സന്തോഷിക്കുക, എല്ലാം മറന്ന് ചിരിക്കുക. എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്ന് കുറേ വിഷമങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവർ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഈ ഒരു നമ്മൾ ഓരോ മാസം കൂടുന്ന ദിവസം നമ്മൾ തീരുമാനിക്കുക, ആ ദിവസം ആവാൻ കാത്തിരിക്കുന്നവരാണ് എല്ലാവരും. ആ ഒരു ദിവസം എല്ലാം മറന്ന് ഇങ്ങനെ ഒന്ന് ഭയങ്കര കുറേ ചിരിക്കാൻ എല്ലാവർക്കും. അപ്പോൾ ഈ മാസത്തെ കൂടൽ ശ്രീരാമൻ്റെ രേഷ്മയുടെ അവിടെയാണ്. അപ്പോൾ അവരെ വീട് പണി നടക്കണ്ടേ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ കൂടാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഈ മാസം കഴിഞ്ഞു അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയ് കഴിഞ്ഞു, ജൂൺ 1 ഇന്ന്. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അതിപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെയല്ലല്ലോ, മഴയൊക്കെ വന്ന് അത്. അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കൂടുന്നത്. പക്ഷെ ചിലവ് അവരുടെ വകയായിരിക്കും, പൈസയൊക്കെ എടുക്കുക അവരായിരിക്കും. നമ്മുടെ വീട്ടിൽ കൂടണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ വെള്ളം നമ്മുടെ മാവിൻ്റെ ഇടയ്ക്ക് ഒഴിക്കുന്നുണ്ട്, അരി കഴുകിയ വെള്ളം. അപ്പോൾ അവരൊരു 9-9:30 ആകുമ്പോഴേക്കും എല്ലാവരും എത്തി തുടങ്ങും. ഇപ്പോൾ രാവിലത്തേക്ക് കഞ്ഞി വയ്ക്കുകയാണ്. രാവിലത്തേക്ക് കഞ്ഞിയും കായും പയറും ഉപ്പേരിയും, പിന്നെ ഞാൻ വേണമെങ്കിൽ ഒരു ചുട്ടരച്ചൊരു ചമ്മന്തി ഉണ്ടാക്കും, പിന്നെ അച്ചാറ്, പപ്പടം. ഇത്രയും സാധനങ്ങൾ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രേമേട്ടൻ. അപ്പോൾ അത് ചെയ്യുന്നു. ഉച്ചയ്ക്കിലേക്ക് ഭക്ഷണം നമ്മൾ കണ്ടിട്ടില്ലേ, ഞങ്ങൾ കഴിഞ്ഞ വട്ടം കൂടുമ്പോഴായാലൊക്കെ ഇവിടെ ഉണ്ടാക്കുക ചെയ്യുക. എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഉണ്ടാക്കും. ഇപ്പോൾ ഈ മഴ കാരണം കൊണ്ടേ എപ്പോഴും മഴയല്ലേ. അപ്പോൾ ഇവിടെ പുറത്ത് അടുപ്പ് വെച്ചിട്ടൊന്നും ഇത്ര അധികം പേർക്കുള്ളത് അടുക്കളയിൽ വെച്ച് ചെയ്താൽ ശരിയാവില്ല. പിന്നെ അടുക്കള ക്ലീൻ ആക്കലൊരു പണിയാണ്. അതിനേക്കാളും വേണം പുറത്ത് നിന്നിട്ട് നമുക്ക് സുഖമായിട്ട് ചെയ്തുകൂടെ. പക്ഷെ ഇപ്പോൾ മഴ കാരണം പുറത്ത് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി ആയപ്പോൾ തീരുമാനം എടുത്തു ഉച്ചയ്ക്കിലേക്കുള്ളത് തുന്തുരുവിൻ്റെ അവിടെ ഏൽപ്പിക്കാൻ. എന്തായാലും അരി നമ്മളിവിടെ വയ്ക്കുന്നുണ്ട്. കൂട്ടാനുകളൊക്കെ ചിക്കനും ബീഫും പോർക്ക്. മീൻകറി ആർക്കും വലിയ താല്പര്യമില്ല. അപ്പം എന്നാൽ മീൻകറി വേണ്ട, ഒരു സാമ്പാർ വയ്ക്കാമല്ലോ. വേണമെങ്കിൽ ഒരു ചാറ് കൂട്ടാൻ സാമ്പാർ വയ്ക്കിപ്പോൾ എന്തോരുന്നായിരുന്നു അത് വയ്ക്കാവുന്നുള്ളൂ. അപ്പോൾ അത് ഉച്ചയ്ക്കിലേക്ക് തുന്തുരുവിൻ്റെ അവിടെ ഏൽപ്പിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങളുടെ ഞായറാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല മഴക്കാരുണ്ട് കേട്ടെന്ന്. തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. പക്ഷേ ഇത്ര സമയം മഴ പെയ്തു തുടങ്ങുന്നു, ഇപ്പം ഒന്ന് തോർന്നുണ്ട്. നമ്മളെ കുടിലിൻ്റെ ഇതൊക്കെ അടിച്ച് കഴുകിയിട്ടു കണ്ട, ഒരു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അടിച്ച് കഴുകിയിട്ടു കൂടാരം. അത് തിരിച്ച് ചേരിഞ്ഞിട്ടാ നിൽക്കണേ, വിശ്വസിച്ചിരിക്കാനൊന്നും പറ്റില്ല. അതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ രീര വെച്ചോണ്ടത് നമ്മുടെ ഇവിടെ ഫിഷ് ടാങ്കിൻ്റെ അവിടെ വെച്ചോണ്ടത് കേട്ടാ. ചെറുതെ തിളച്ചു. വെള്ളം തിളച്ചാ? അയ്യോ, തുണിയില്ലേ? എന്നാ തുണി എടുത്തോ, ഞാനെടുക്കാം. ഞങ്ങളുടെ ഒരു വലിയൊരു അരിമിലിയ കലമുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചോറ് വയ്ക്കുന്ന കലം. കൂടുതൽ പേർക്ക് കേട്ടാ. കൂടുതൽ പേര് വരുമ്പോൾ നമ്മൾ ഇതിലാണ് ചോറ് വയ്ക്കാറ്. മറ്റൊരു വലിയ സ്റ്റീൽ കലാക്കണല്ലേ? എന്തിന്? വല്ലപ്പോഴും ഒരുക്കി വെക്കാനല്ലേ. ഇളക്കിയിടണം. കയ്യിലെടുത്തിട്ടില്ലല്ലോ. മഴ കാലത്ത് തന്നെ മഴ, ഭയങ്കര മഴ. ഞാൻ കൂട്ടാൻ വയ്ക്കുക 9:30 അവരെത്തും. പയറ് തേവാറായിട്ടുണ്ട്. കായ ചേട്ടപ്പോൾ വാങ്ങിച്ചോണത്. കൂട്ടാൻ കാച്ചാനും ചമ്മന്തിയിലേക്കൊക്കെയുള്ള ഉള്ളിയൊക്കെ നന്നാക്കാട്ടാ.
കനത്ത മഴയേ, കനത്ത മഴ. കനത്ത മഴ പോയി, നല്ല ഇളം വെയിൽ ഉദിച്ചു. സരിത ചോറ് ഊറ്റ. ചോറൂറ്റാന്ന് പറഞ്ഞാൽ രാവിലത്തേക്ക് കഞ്ഞിയാണല്ലോ, അപ്പോൾ ഒരു ഡവറ കഞ്ഞി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഊറ്റി വയ്ക്കാം അല്ലേ. ചോറ് കൂടിയാ? ഇത്തിരി കഞ്ഞിക്ക് അടിപൊളിയാ. കഞ്ഞിക്ക് അടിപൊളിയായിരിക്കും. കഞ്ഞി കുടിക്കാൻ ആരും വന്നിട്ടില്ല ചേട്ടാ. എല്ലാവരും കാലത്ത് അതിരാവിലെ എത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഞ്ഞളൊഴിക്കണം. ചേട്ടൻ മുണ്ടുമ്പോ തട്ടി തടഞ്ഞ് വീഴൂ. കഞ്ഞിവെള്ളം ഇത്രയും മതിയാ? ആ മതി. ഇത്തിരി ചോറ് ഊറ്റിയാ മതിട്ടാ. ഇത് മുണ്ടടിയൊക്കെ ഇടുന്നു ഇതാവണ് ചേട്ടാ. അധികം ചോറ് ഊറ്റണ്ട, കുറച്ചുകൂടി കഞ്ഞി വേണ്ടി വരും. ഇത് എന്തിട്ട് കഞ്ഞി ഊറ്റിയെന്ന് ചോറ് കഞ്ഞിവെള്ളം മിക്സ് ചെയ്യാലോ വേണമെങ്കിൽ തന്നെ. പിന്നെ അതിൽ നിന്നല്ലേ ചോറ് പിന്നെ അത് വെച്ചിട്ടേ ഊറ്റിയെടുക്കുമ്പോ കഞ്ഞിവെള്ളം പിഴിഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ഈ ചോറ് ഊറ്റട്ടാ. കായും പയറോടെ വെന്തിട്ടുണ്ട്, അതിന് കാച്ചണം. ഒരു ട്രിപ്പ് കൂടി ചോറ് വയ്ക്കേണ്ടി വരും ഉച്ചക്കിലേക്ക്. ഈ ചോറ് മതിയാവില്ല. ഇനിയേ ഈ ചോറില്ലേ, ഈ ചോറ് ഇപ്പൊ കുറച്ചല്ല ഉണ്ടാവുള്ളൂ. എങ്കിലും ചോറ് വീണ്ടും വെക്കണം. അല്ലല്ല, അവരെത്തട്ടെ, എത്ര പേര് എത്തുന്നൊന്നും നമുക്ക് ഉറപ്പില്ല. ഞായറാഴ്ച അല്ലേ കുറേ പരിപാടികളുണ്ട്. കുറേ പേർക്ക് കല്യാണങ്ങൾ ഉണ്ടാവും, അതുണ്ടാവും, അങ്ങനെ കുറേ ഇതുണ്ടാവും. ഇനി ഞങ്ങൾക്ക് കുളിക്കണം, കഞ്ഞി കുടിക്കണം. സമയം 10 മണിയാവാറായി. ശരിക്കും നമ്മളെ കഞ്ഞി കുടിക്കേണ്ട ടൈമൊക്കെ ആയി. ഇപ്പോൾ വിരുന്നാർക്ക് ആദ്യം എന്നുള്ളതാണല്ലോ. എല്ലാവരും വിരുന്നാരുന്നല്ല, എല്ലാവരും ഇവിടുത്തെ കുടുംബക്കാരന്നെ. ഇത്ര സമയം വൈകി സ്ഥിതിക്ക് ഇനി അവരൊക്കെ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടാവും വരാം. അതന്നെ എല്ലാവരൊക്കെ ഉണ്ടെങ്കിൽ. അതെ, ഈ ഞങ്ങളെ ഭക്ഷണം ഇവിടെ വയ്ക്കാന്ന് ജയന്തിയും സരിതയും കൂടിയിട്ട് ഫുഡ് വയ്ക്കും. പക്ഷെ എന്തൊരു കുഴപ്പം ശരിയില്ലേ, ഇവര് വെക്കാനിരിക്കുമ്പോ എന്താ വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കാനല്ലോ. അപ്പൊ ഇവർക്ക് പങ്കുചേരാൻ പറ്റില്ല. നമ്മൾ ചിരിക്കാനാണ്. ഞങ്ങൾക്ക് കുശുമ്പോ അവിടെ നിന്ന് ഓളിട്ട് ചീരിയൊക്കെ കേൾക്കുമ്പോ നമ്മളിവിടെ അടുക്കളയില് പണി. അത് കാരണം അടുക്കളല്ല കൂടിയില്ല അവിടെ പാചകം ചെയ്യാ. പിന്നെ പറഞ്ഞ ജയന്തേച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ട്, ജയന്തേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് രേഷ്മി ശ്രീരാമും ഇന്നലെ എന്നെ വന്നിട്ട്, പ്ലാൻ എന്തുട്ടായിരുന്നു അറിയോ? ഇന്നലെ 31-ാം തീയതി നമ്മുടെ ശശിയേട്ടൻ്റെ റിട്ടയർമെൻ്റ് ആയിരുന്നു. അപ്പോൾ ശശിയേട്ടൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ശശിയേട്ടൻ്റെ ബന്ധുക്കളും പിന്നെ ഞങ്ങളും പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നാക്കാൻ വന്നൊരു ടീം. അമ്മേ അല്ലേ, എന്തോരം പേരായിരുന്നു അറിയോ? എല്ലാവരും കൂടി ശശിയേട്ടനെ കൊണ്ടുവന്നാക്കുക ചെയ്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയി. എന്നിട്ട് പിന്നെ തിരിച്ച് വൈകുന്നേരം എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന് ഒരു ഉച്ചവരെ ഇവിടെ നിന്നിട്ട് ഇവിടെ അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ഞായറാഴ്ചയല്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ അത് മാറ്റി എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ രേഷ്മി ശ്രീരാമും ജയന്തേച്ചിയുടെ വീട്ടിൽ നിൽക്കും. അവര് രേഷ്മി ശ്രീരാമൻ തിരുവനന്തപുരത്ത് പോയി. രേഷ്മയ്ക്ക് തിരുവനന്തപുരം ദൂരദർശനില് ഡാൻസിന്റെ എന്നിട്ട് ഓഡീഷൻ ഉണ്ടായിരുന്നു. ആരെ ഡാൻസ്? അതറിയില്ല, അവിടത്തെ ഒരു പ്രോഗ്രാമിലേക്ക്. അല്ല, ഒരു പേര് കേട്ട ആളെ പേര് പറഞ്ഞു. അപ്പൊ അതിന് അവര് 2-3 ദിവസം പോയില്ല തിരുവനന്തപുരത്തേക്ക്. എന്നിട്ട് വരുന്ന വഴിക്ക് നേരെ ഇങ്ങോട്ട് ശശിയുടെ അവിടേക്ക് വന്നു. അവിടെ നിന്ന് ജയന്തിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ താമസിച്ചിട്ട് അപ്പൊ അവിടെ വെച്ചിട്ട് പാചകം. രാത്രി ശശിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് നേരത്തോടെ തിരിച്ചു പോയി. 7 മണി 8 മണിക്ക് ആകുമ്പോഴത്തേക്കും തിരിച്ചു പോയിട്ട് ഇന്നത്തേക്കുള്ള ഫുഡ്, അതായത് ചിക്കൻ, ബീഫ്, പോർക്ക്, അതാണ് അവർ വിചാരിച്ചേക്കണം. അവരുടെ ചിലവാണല്ലോ രേഷ്മയുടെ ശ്രീരാമിൻ്റെ. അപ്പോൾ അവരത് ജയന്തേച്ചിയും കൂടി അവിടെ കുക്ക് ചെയ്ത് ആ ഫ്ലാറ്റിൽ കുക്ക് ചെയ്തിട്ട് ഇന്ന് രാവിലെ വരുമ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരാം, ഇവിടെ വേണ്ട ചോറ് വയ്ക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ച. പക്ഷെ ഇന്നലെ ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ എത്ര മണി? 10 മണിയും കൂടെ അതിൻ്റെ അവിടെ തന്നെ ഇറങ്ങുമ്പോൾ ശശിയേട്ടൻ്റെ അവിടെ നിന്ന്. അപ്പം എന്നിട്ട് പിന്നെ പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. പോണ വഴിക്ക് നെസ്റ്റോയിൽ കയറിയൊക്കെ വാങ്ങിയൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട. എന്നിട്ട് ആ സമയത്ത് തുന്തുരുവിനെ വിളിച്ച് ഏൽപ്പിച്ചേ ഇന്നത്തേക്കുള്ള ഫുഡ്. അങ്ങനെയാണ് പരിപാടിയിൽ കുറെ പിന്നെ പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടല്ലോ. അതെ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റിക്കൂടെ? ഇതിപ്പോൾ ആരോടും ഇപ്പോൾ ഒന്നും അനുവാദം ചോദിക്കാനും പേടിക്കാനും നിൽക്കണ്ടല്ലോ. ജയന്തേച്ചി പറഞ്ഞു ആൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ വേണ്ട, വയ്യാണ്ടോ പാവം. അത് വിസിലടിച്ചത് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടേക്ക് എല്ലാവരും കാത്തിരിക്കുകയാണ്. ചാർലിനെയും ഇമ്രാനെയും പൂട്ടിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ അലമ്പുണ്ടാക്കും, ചിലവർ അവർക്ക് കണ്ണു ദൃഷ്ടി കണ്ടുകൂടാ. ചാർലി മെക്കെട്ട് കയറും.
ഇമ്രാൻ അത്ര വലിയ കുഴപ്പമില്ല. ഇമ്രാൻ കുഴപ്പക്കാരനായി വരുന്നുള്ളൂ, വലിപ്പം കൂടി വരുന്നുള്ളൂ. കൂട്ടാൻ പയർ കൂട്ടാനും പയറും കായും ആദ്യം പപ്പടം കാച്ചിട്ടേ കൂട്ടാൻ കാച്ച. എനിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് ചോപ്പറിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പയറല്ലേ ചിലർക്ക് ഗ്യാസൊക്കെ ഇതാവും, അത് കാരണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇത്തിരി ഇട്ടിട്ടേ പപ്പടം ആദ്യം കാച്ചിട്ടാ. കൂട്ടാൻ അല്ല പപ്പടം കാച്ചി എന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞതും വേപ്പിൻ്റെ ഇലയിട്ട് കുത്തിപ്പൊടി മുളകിട്ട് കാച്ചട്ടെ. ഇതിൽ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടാണ് ഇത് വേവിച്ചേക്കണത്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിച്ചേക്കണത് വേറെ ഒന്നുമല്ല കേട്ടോ. കായ ഇടും, കായ വേവിക്കുമ്പോഴേ ഈ പാത്രം ഇത് വേവണേൻ്റെ പാത്രത്തിൻ്റെ ഒരു ഭാഗത്ത് കായയുടെ കറ പിടിക്കും. പിന്നെ ആ പാത്രം കഴുകാൻ പാടാം. അപ്പോൾ അത് വേവിക്കുമ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കില്ലേ. ചമ്മന്തിയും കൂടി അരച്ചിട്ട് കുളിക്കാം. ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ചമ്മന്തി ഇപ്പോൾ സമയം 10 മണിയായി. ചമ്മന്തി നിറയ്ക്കണ്ട. ഈ അച്ചാറുണ്ട്, നല്ല അച്ചാറുണ്ട്, മാങ്ങച്ചാറും ഇതും പപ്പടം മതി. കാലത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ, അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വരാം. കിഷോർ മാത്രം എത്തിയിട്ടുണ്ട് പാവം. ഞങ്ങൾക്കും മാത്രം വേണ്ടോ? ബാക്കിയുള്ളവർ പ്രേമേട്ടനൊക്കെ എപ്പോൾ എത്തുമെന്ന് പറഞ്ഞാന്നറിയോ? നീ ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും എണീക്കാൻ നല്ല വൈകിട്ടല്ലേ എത്തിയേ, അതിൻ്റെ ആവും ചിലപ്പോൾ എണീറ്റ് ആ ഒരു മൂടൊക്കെ ഇതായിട്ട് വരാനാവും. അപ്പോൾ ചമ്മന്തി അരക്കേണ്ടെന്ന് പറയണ ഞാൻ വെറുതെ മറ്റേ മുഴുവൻ മുളക് ചുട്ടരച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ. എന്നാ ശരി, വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് കാച്ചിട്ട് ഞാനും കുളിക്കാം. ലിമ്മിളകൊക്കെ മൂത്തൂട്ടാ. കഞ്ഞിക്ക് പറ്റിയ സാധനം. അല്ലേ കൊതിയാവുണ്ട് അത് കാണുമ്പോൾ. അത് കൂടുതൽ പേരില്ലേ. കിഷോറത്തിണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മള് കഞ്ഞി ഇവര് കുടിച്ചു തുടങ്ങിട്ടാ വന്നവരൊക്കെ കഞ്ഞി കുടിച്ചു തുടങ്ങി. കഞ്ഞിയാണ്, പയർ കൂട്ടാനാണ്, പിന്നെ ചക്ക കൂട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആര് ചക്ക കൂട്ടാൻ രേഷ്മി അല്ലേ? ജയന്തി ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ലെവലില് ചക്ക കഴിയും. അപ്പൊ ഇവരെല്ലാവരും കഞ്ഞി കുടിക്കാണ്ട ആയൊരു കഞ്ഞി കുടിക്കാണ്. സരിതി കുളിക്കുക, പണികളൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോയേക്കാണ്. ഇത് അടിപൊളിയല്ലേ ഈ സാധനം? അച്ചാറുണ്ട്. ഞാല് കൊതിപ്പിച്ച പ്രേമനാണ് തലതിരിച്ചത്. കൊള്ളി ഇഷ്ടം പോയിണ്ട്. കൊള്ളി ഇത് കാലത്ത് വലിക്കാൻ പോയതായിരുന്നു. ക്രിസ്റ്റി, റിൻഡൻ, ജയന്തി, സരിത എല്ലാവരും കഞ്ഞി കുടിക്കുന്നു. അവര് കഞ്ഞി കുടി കഴിഞ്ഞിട്ട് മേലാളന്മാരായിട്ടിരിക്കുന്നു. എന്റെ കഞ്ഞി കുടി കഴിഞ്ഞു. എല്ലാവരും എത്തിയിട്ടില്ല കേട്ടാ. പക്ഷെ ഞങ്ങൾ എത്തിയവരൊക്കെ രാവിലത്തെ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞു. ഇനി രേഷ്മയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അതിന് മുന്നേ ഞങ്ങളുടെ ഡ്രസ്സ് കണ്ട എല്ലാവർക്കും ഉണ്ട്. കണ്ട രേഷ്മൻ്റെ ഡാൻസ് കളിക്കേണ്ട കാരണം ഇട്ടിട്ടില്ല, ചേട്ടനും ഇട്ടിട്ടുണ്ട്, ജഗ്ഗു എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അല്ല പിള്ളേരോ കാറ്റീസം കഴിഞ്ഞിട്ട് വരുവാ, എത്തിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ജേഴ്സി. അതെ, മുടി മാറ്റി. അയ്യോ മുടി. വി ആർ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ. അല്ല അധോലോകം എന്ന് പറയുമ്പോ എന്നിട്ട് പറയാൻ വേണ്ട അതിന് ഡെഫിനിഷൻ കൊടുക്കണ്ടേ? അതെ, അണ്ടർവേൾഡ് ആണല്ലോ താഴെ. അപ്പം ഞങ്ങൾ താഴേക്കിടയിലുള്ളവരാണ്. ഇന്നും വേണമെങ്കിൽ അതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളുകളാണെന്ന് എടുക്കാം. എന്ത് വേണമെങ്കിലും എടുക്കാം, വായിക്കുന്നവർക്ക് ഇഷ്ടമുള്ള ആ മീനിങ് എടുത്തോട്ടെ. അപ്പം ഞങ്ങൾ ഇവളുടെ ഡാൻസ് കാണാൻ പോവാട്ടാ.
അതാണല്ലോ പഴക്കം. ജയന്തേച്ചി അല്ല ഞാൻ ജയന്തേച്ചിയോട് ചോദിക്കാം നമ്മളൊക്കെ ഇനി എന്നതുപോലെ കളിക്കാന്ന് നമ്മുടെ പതാക തൃപ്പതാക അർദ്ധപതാകു കർത്തരി മുഖം ഇങ്ങനെ കാണിച്ചിട്ട് ഉച്ചക്കിലേക്ക് ചോറിനിട്ട സമയമായി. പക്ഷെ വേറെ ഓരോന്നും കഴിച്ചിട്ട് ഞങ്ങൾക്ക് വിശക്കില്ലേ. പക്ഷെ അതെ ഗിരീഷേട്ടൻ ചോറിനായിരിക്കാണ്. ഗിരീഷേട്ടനാണ് നമ്മുടെ ജയന്തേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടാ. പലരുടെയും വിചാരം ജയന്തേച്ചി എന്ന് പറയുന്നത് പ്രേമേട്ടന്റെ ഭാര്യയാണെന്നാണ്. അല്ല, ദേ പ്രേമേട്ടന്റെ ഭാര്യ പ്രേമേട്ടന്റെ കൂടെ നിൽക്കുന്നു രേഖ ചേച്ചി. സത്യംശീല കോംബോ മറ്റ് ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടെ എല്ലാവരും വിചാരം ജയന്തേച്ചിയാണ്. ജയന്തേച്ചിയുടെ ഹസ്ബൻഡ് സ്വന്തം. അതെ അതെ, എല്ലാവർക്കും ഉരുള കൊടുക്കിയിരിക്കുകയാണ് ആള്. ഗിരീഷേട്ടൻ ദേശാഭിമാനിയിൽ വർക്ക് ചെയ്യാണ് കേട്ടാ. സീനിയർ സബ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇത് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാലും അവർക്ക് പ്രശ്നമില്ല. പെൻഷൻ പറ്റി അയ്യോ ശശിയേട്ടൻ ഇന്നത്തെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടേ ടയേർഡായിട്ട് രാത്രി കുറെ വൈകിട്ട് കിടന്നുറങ്ങിയ. അപ്പൊ ആൾക്ക് ഇപ്പൊ തന്നെ എണീറ്റുള്ളൂ. ഇതിപ്പോ വന്നിട്ടുള്ളൂ. ഒന്നും പച്ചവെള്ളം കുടിക്കാണ്ട് നേരം ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇവിടെ നമ്മുടെ രാവിലത്തെ കായും പയറുപ്പേരിക്കില്ല, അത് കൂട്ടിയിട്ട് ചോറും. മറ്റേ കറികളൊന്നും തുന്തുരിന്റെ അടുത്ത് എത്തിയിട്ടില്ല. ഇനി എല്ലാവരും വെള്ളത്തിൽ ചാടാൻ പോവാ. ഇപ്പോഴാണ് വെയിൽ ഉദിച്ചു, ഭയങ്കര ചൂട്. അപ്പൊ വെള്ളത്തിൽ ചാടാൻ എല്ലാവർക്കും നല്ല ഉഷാറ്. ഇവിടെ ഒരാളുണ്ട് നോക്കിയിരുന്നല്ലേ, നമ്മുടെ ദിനേശൻ. കുറച്ച് സമയം മുന്നേ വരെ കാനഡയിലായിരുന്നു. ഇപ്പൊ ഇവിടേക്ക് എത്തി. ഭീകര സർപ്രൈസ് പറഞ്ഞാലേ ഭീകര സർപ്രൈസ്. ഞങ്ങൾ ഞെട്ടിപ്പോയി എല്ലാവരും. മിണ്ടിയില്ലേ ഇവിടെ വരണ കാര്യം. അപ്പൊ മനസ്സിലായില്ലേ ഇതിലത്തെ അംഗങ്ങൾ എന്തുമാത്രം ഞങ്ങൾ ഈ ഗ്രൂപ്പിന് വാല്യൂ കൊടുക്കണ്ടെന്ന്. ഈ ഒരു ഇന്നത്തെ ഒരു ദിവസത്തേക്ക് പങ്കെടുക്കാൻ വേണ്ടി കാനഡയിൽ നിന്ന് അവൻ വരണമെങ്കിൽ പൂളില് മഴ പെയ്തിട്ട് മഴയുടേതായ ചില ഇതുകളുണ്ട്. പക്ഷെ വെള്ളം നല്ല ക്ലിയർ ആണ് കേട്ടോ. പുതിയ വെള്ളം ഞങ്ങൾ അടിച്ചിട്ടതാ. നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ലതേ തെളിഞ്ഞ വെള്ളം. ഇതിലേക്ക് വെള്ളം അത് അടിയിലേക്ക് ഇറങ്ങിയാൽ മനസ്സിലാവും. നമുക്ക് നമ്മുടെ അടിഭാഗമൊക്കെ കാണാൻ പറ്റും. അത് നല്ല ക്ലീൻ ആയിട്ടൊക്കെ എടുക്കണേ. അപ്പൊ എല്ലാവരും പുള്ളിക്ക് റെഡി ആയിട്ട് വരുന്നത്. എല്ലാവരും വിളിക്കൂ. എല്ലാവരും ഞാൻ വിചാരിച്ചില്ല ഇപ്രാവശ്യത്തെ കൂടുതൽ ഇതുമാതിരി മഴയല്ലേ, അപ്പൊ ആരും വെള്ളത്തിലൊന്നും ഇറങ്ങില്ല എന്ന് വിചാരിച്ചേ. പക്ഷെ ഇപ്പതേ വെയിലുദിച്ചോളൂ, നോക്കിയേ എന്തൊരു ചൂട്. ആദ്യമായി വരുന്നത് പ്രശാന്ത് ആണ്. രേഷ്മയുണ്ട് കൂടെ. ചാടാൻ പോകുന്നത് രേഷ്മ. ഇപ്പൊ നമുക്ക് പടിന്റെ രേഷ്മ ഞെട്ടിപ്പോയിരിക്കുന്നു. അതെ, നമ്മുടെ ലാഡർ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ള വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഒന്നും കാണാറില്ല അല്ലേ? നീ മുങ്ങില്ല. ചാടിക്കോ. മമ്മു ചാടുന്നു. റിന്തന്റെ മോൻ മമ്മു ചാടി. രേഷ്മ ഇറങ്ങി. നീ ഇറങ്ങല്ലേ? നീ നിന്റെ ബനിയനൊക്കെ പ്രശാന്ത് ഇറങ്ങാൻ പോണോ? പ്രശാന്തിന് ലാബ് ഉണ്ട് കേട്ടോ. അവന് പ്രശാന്തിന് തിരൂര്. പിന്നെ എവിടെ ലാബ്? 5-10 ലാബുകളുണ്ട്. വലിയ മുതലാളിയാ. കാണുന്ന പോലെ ഒന്നല്ല. ആ തുന്തുരു വരണ്ട. തുന്തുരു വന്നാ? തുന്തുരു വന്നു. കിഷോർ ചാടാൻ പോവുകയാണ്. കിഷോർ ഒരു പാട്ട് പാടണോട്ടെ. കിഷോർ ഒരു പാട്ട് പാടും ഇത് കഴിഞ്ഞിട്ട്. മറ്റേ പാട്ടിടാ. അത് ഇവിടെ പാടണം. ജയന്തേച്ചി വരുന്നു. തുന്തുരു ദേ വരുന്നുട്ടാ. അയ്യോ ജയന്തേച്ചിയാണ് ചാടാൻ പോണ. സുനാമി പ്രതീക്ഷിക്കാം. പകുതി വെള്ളം കുടിച്ചു ജയന്തേച്ചി. ജയന്തേച്ചിയുടെ ചാട്ടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പകുതി വെള്ളം കുറഞ്ഞു പൂളിലത്തെ. ജയന്തേച്ചി പകുതി കുടിച്ചു ചാട്ടത്തിൽ തന്നെ. ഏയ് എന്തുട്ടത്. അപ്പൊ എല്ലാരും കുളിക്കട്ടെ. ഇനിയും കുറെ പേര് ഇറങ്ങാണ്ടിട്ട്. അപ്പോഴും മനോഹരമാണ്. നല്ല കാലാവസ്ഥയല്ലേ? അടിപൊളി. അതല്ല വേണ്ടത്. ഇത് ഉള്ളിൽ തൂരിട്ടിട്ട് ഇത് കട്ടികളായോണ്ടാണ്. എന്റർടൈൻമെന്റ് ഏരിയ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഞങ്ങളുടെ. എല്ലാവർക്കും നോക്കിയേ ആ സമയത്ത് വെയിലുദിച്ചു. നല്ല വെയിലായി കണ്ടായ. ഞാൻ തുന്തുരുവിനെ നോക്കട്ടെ. തുന്തുരുവിനെ ഒരു സന്തോഷ വാർത്തയും കൂടി പറയുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ തുന്തുരു ഒരു കടയും കൂടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് അവൻ നമുക്കുള്ള ഫുഡും കൊണ്ട് വന്നേട്ടാ.
എവിടെയാ മറ്റേ അഞ്ചേരി അഞ്ചേരിയിലാണ്. നമുക്ക് കാണിച്ചു തരണ്ടേ, അതിന്റെ വീഡിയോ ചെയ്യാം. ബുധനാഴ്ച മിക്കവാറും എന്തായാലും ഉദ്ഘാടനം ഉണ്ടാവും. ആ അപ്പോൾ പറയാൻ. ആ ശരി 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 ബൈ. അതൊന്നൊരു പോവാ, ഫുഡ് കൊണ്ടുവരാൻ വന്നവൻ തിരക്കിൻ്റെ ഇടയിൽ വരാൻ നിൽക്കണ്ട, ഞങ്ങൾ വന്നിട്ട് ഫുഡ് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നു തന്നു. വെയിലും ആ നമുക്ക് ചാടാം. എല്ലാവരും പരിചയപ്പെടുത്തൽ കഴിഞ്ഞിട്ടാണ് എനിക്ക് ചേട്ടനും ചാടാം, അല്ലെങ്കിൽ ഇപ്പം ചാടി ശരിയല്ലേ മൈക്ക് നനയും. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു, പൂളിയിൽ നിന്ന് കയറി വന്നു, വീണ്ടും കുളിച്ചു, ബാത്റൂമിൽ പോയി കുളിച്ചു, വീണ്ടും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടാ. ആവശ്യമുള്ള ഒരു വിളമ്പിയാൽ മതിയാവും. ഇപ്പൊ എത്ര എണ്ണം വിളമ്പി? എത്ര എണ്ണം ഇടണം? ചേട്ടന്റെ കൂടെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിലേ എനിക്ക് വേണ്ട. അല്ല, ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. പുളിയുടെ ഇടയിൽ പെട്ടെന്ന് ചേട്ടൻ കയറിപ്പോയി പൂളിന്ന്, പിന്നീട് ആള് ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കണു. പപ്പടം വെച്ചോ. അടിപൊളി. റിന്റിന്റെ കഴിവുകൾ ലോകം കാണട്ടെ. അതെ, ഞങ്ങളെല്ലാരും ഭക്ഷണം കഴിക്കാനാട്ടാ. എൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു, ശശിയുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ശശി ഒന്ന് മുകളിലിരുന്നിട്ട് ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒരു പരിശോധന നടത്താണ്. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാണ്. അപ്പോൾ നമ്മുടെ ചോറിനൽ കഴിഞ്ഞു, കുളിക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പായസം വരെ ദിനേശൻ പായസം ഓർഡർ ചെയ്തു സ്വിഗ്ഗിന്ന് അല്ലേ. ഓർഡർ ചെയ്ത് പായസം എല്ലാവരും കുടിച്ച് ഇരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കലാപരിപാടികളാണ്. കലാപരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിണ്ടനും ഞങ്ങളുടെ അധോലോകത്തിൻ്റെ നായകനായിട്ടുള്ള പ്രേമനും പിന്നെ ഞങ്ങളുടെ ആസ്ഥാന വിദൂഷകനായിട്ടുള്ള റിണ്ടനും കൂടിയിട്ട് ഒരു നാടകം, ഒരു സ്കിറ്റ് വെറുതെ എവിടെയാണ് ഇടിച്ച് അവസാനിക്കാമെന്ന് അറിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. ഓ മോനെ പ്രേമ, നിന്റെ ഈ പേക്കൂത്ത് നിനക്ക് നിർത്താറായില്ലേ? 30-35 കൊല്ലായില്ലടോ തന്റെ അഭിനയിച്ചു തുടങ്ങിയിട്ട്. ഒരു മര്യാദക്കുള്ള ഒരു ഡയലോഗെങ്കിലും പറയാം ഇതുവരെ പഠിച്ചിട്ടില്ല. എടോ വയസ്സായ ആക്ടർക്ക് മാറ്റി താൻ ഗിരീഷനൊക്കെ കണ്ട് പഠിക്ക്. ഒരു മെത്തേഡ് ആക്ടിങ് എന്നൊരു സാധനമുണ്ട്. അച്ഛൻ്റെ പുറത്ത് കയറുമ്പോ ചെറിയ വഴുക്കലുണ്ടാവും, സൂക്ഷിച്ച് കയറണം നീ. അജുവിന്റെ മറ്റേ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചാണോ പറയണത്? അല്ല, അത് ലോക്കലായിട്ട് കുറെ കാലമായി വെള്ളം അടിച്ച് കഞ്ചാവ് അടിച്ച് ഒരുമാതിരി ഊർണനാഭം പോലെ നടക്കുന്നു. ഇത് ഊർണനാഭം ഞങ്ങൾ തന്ത വൈബിലുള്ളവർക്ക് പറയാവുന്ന വേടാ, നിനക്കൊന്നും മനസ്സിലാവില്ല. ഊർണനാഭെന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, ഊർണനാഭം. പതാക, ത്രിപതാക, അതിൽ വരുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വൈബിലൊന്നും അത് വരില്ല. ഊർണനാഭം. അതായത് ഞങ്ങൾ ഈ പുതിയ ജനറേഷനിൽപ്പെട്ട ആൾക്കാരെ കുറിച്ച് താങ്കൾക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. വയറ് കുറയ്ക്കുക. അല്ല, പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞപ്പോ ഫീൽ ചെയ്യാൻ വേണ്ടി ഈ കള്ളുകൂടിയും പരിപാടിയൊന്നും ഈ തറവാട്ടിൽ നടക്കില്ല. ഞാൻ കള്ളുടിയൊക്കെ നിർത്തിയിട്ട് എത്ര കാലായി അറിയടോ തന്തേതെനിക്ക്. ഇപ്പൊ മയക്കുമരുന്ന്. ആ കറക്റ്റ്. ഞാൻ ഇപ്പൊ MD പുതിയ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പന് പറഞ്ഞതായി എന്താ അതൊക്കെ? അല്ല, അറിയാൻ എൻ്റെ മോൻ ഉപയോഗിക്കണത് പോലീസുകാരൊക്കെ വന്ന് ചോദിക്കുമ്പോ എനിക്ക് അത് വളരെ കറക്റ്റ്. MDMA കഞ്ചാവ് പുതിയ സാധനം. അതിന്റെ പേര് കറക്റ്റ് ആയിട്ട് മറന്നു പോയതാണ്. പിന്നെ പറയാം, അടിക്കുമ്പോ അങ്ങനെ കൂടുതൽ അടിച്ച് നോക്കാൻ മറന്നു പോകും. ഇത് എന്നിട്ടത്
ഇതെന്റെ ആക്ഷനാ. വയസ്സായ താനീ പ്രൊഫഷണൽ നാടകം കണ്ടതിന്റെ കുഴപ്പമുള്ളത് 19 വയസ്സായതിന്റെ കുഴപ്പമുള്ളത് എനിക്ക്. താൻ ഈ പ്രൊഫഷണൽ നാടകം കണ്ട് ഈ വയസ്സന്മാരെ വഴി ഇതിങ്ങനെ നിന്നിട്ടുള്ള ഈ അഭിനയം ഉണ്ടല്ലോ, ഇതൊക്കെ മാറ്റ്. ഏത് കാലത്തുണ്ടോ വയസ്സന്മാർ ഇതിങ്ങനെ കുനിഞ്ഞ് നടന്നിട്ടുള്ള? ഏത് കാലത്ത് താൻ കണ്ടിട്ടുള്ള? തന്നെ നാട്ടിൽ എവിടെ കിട്ടുമോ വയസ്സായ കുഞ്ഞൊരു ഇതിങ്ങനെ നടക്കണേ? ഏതാണുള്ളത് മോനെ? 2023 17 കാലഘട്ടങ്ങളിൽ അപ്പനൊരു ഗുരു ഉണ്ടായിരുന്നു. കേൾക്കുക, ഇടയിൽ കയറി സംസാരിച്ച പച്ച പുല്ല് ഞാൻ പറഞ്ഞു തരും. എന്റെ ഗുരുവായിരുന്നു പ്രേംകുമാർ, വെള്ളാനിക്കര വാഴുന്ന പ്രേംകുമാർ. അദ്ദേഹം ഏത് നാടകത്തിലും ഏത് വയസ്സായ വേഷം വന്നാൽ അപ്പൊ തന്നെ ഇങ്ങനെ കുണ്ടി തള്ളി കുനിഞ്ഞു നിൽക്കും. അങ്ങനെയായിരുന്നു ഞാനും അദ്ദേഹത്തിന്റെ പാത വെറുതെ ആവശ്യമില്ലാതെ പിന്തുടർന്നത്. കാണികൾക്ക് ഒരു വാക്ക് മിണ്ടാതിരുന്നില്ലെങ്കിൽ ചേകള ഞാൻ അടിച്ചു. ഓക്കെ, പോവാം. എന്റെ പൊന്ന് ശരി. കാലമൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. കാലം നിന്നെ കൊണ്ടുപോകാത്തത് എന്റെ ഭാഗ്യം. അതുകൊണ്ട് താങ്കളുടെയും ഭാഗ്യം. അതായത് ഇത് പറഞ്ഞു തന്നെയായിരിക്കും ചിലപ്പോ എന്നെ ഈ കാലത്ത് നിലനിർത്തിയത്. നമ്മൾ ഈ പുതിയ കാലത്ത് മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കുടുംബത്തോ കൊള്ളാലോ. സ്റ്റാൻസ്ലോവ്സ്കി എന്ന് പറയുന്നത് 1816 ജീവിച്ചിരുന്ന ഒരു നാടകാചാര്യ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുതിയ മെത്തേഡാണ്. ഏത്? നമ്മൾ വയസ്സാവുമ്പോ നിവർന്ന് നിന്ന് അഭിനയിക്കുക. എന്നിട്ട് നിനക്കും ഒരു മാറ്റം ഇല്ലല്ലോടാ. എത്ര വർഷമായി നീന്നോട് ഞാനിത് പറയുന്നു? അത്ര വർഷം എനിക്ക് പ്രേമനിൽ നിന്നൊരു മോചനം, നിനക്കെങ്കിലും ഒരു മോചനം. വീണ്ടും വയറും തള്ളി കൊണ്ടിയും തള്ളി നീ 1980 നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. ഇങ്ങനെ 1816 ജീവിച്ചിരുന്ന ഒരു പാവ മനുഷ്യനാണ്. ഈ പ്രൊഫഷണൽ നാടകം പോലെ എന്റെ മുഖത്ത് തുപ്പാതെ നീങ്ങി നിന്ന് വർത്താനം പറ. സത്യം പറഞ്ഞ ഞാൻ മുറുക്കിയതാണ്. നിനക്ക് പണ്ടേ ലൂസാണല്ലോ. നിന്റെ അമ്മയുടെ സ്വഭാവമാ നിനക്ക്. എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ? എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് പറയാൻ അധികാരമില്ലേ? പക്ഷെ അച്ഛാ, എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ശരിക്കും ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കേണ്ടി വരും. എന്റെ അമ്മയെ വിളിച്ചല്ല നടുവെട്ടി ഞാനിവിടെ ഇരിക്കാം. അപ്പൊ കറക്റ്റായി. ഇതാണ് ഇനി മേലാൽ നീ വക ബുദ്ധി ഉപയോഗിച്ച് ഈ തറവാട്ടിലേക്ക് കടന്നു പോകരുത്. അങ്ങനെ കടന്നു വന്നാൽ അച്ഛൻ എന്നെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ഏതാണ്ട് 1900. അതെ, നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ആ പെരട്ട തള്ളയെ കണ്ടുമുട്ടിയതിന് ശേഷം. ഏത് പെരട്ടത്തള്ള? എന്റെ ഭാര്യ, നിന്റെ അമ്മ. അതാണ് അച്ഛൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. മ്യൂസിക് ഇടുവാൻ ആരുമില്ല. മ്യൂസിക് ഇടില്ലെങ്കിലും ലൈറ്റ് ഓൺ ചെയ്തില്ലെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയുള്ള ഒരു സംഭവം. ഈശ്വര, അമേച്ചറിൽ തുടങ്ങി പ്രൊഫഷണലിൽ അവസാനിക്കുകയാണല്ലോ. ഇത്രയും വൃത്തികേടായിട്ട് ഈ പരിപാടി അവതരിപ്പിക്കാൻ താങ്കൾക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ പ്രേമേട്ടൻ്റെയും റിൻ്റെൻ്റെയും ഇൻസ്റ്റന്റ് നാടകം കണ്ടില്ലേ? അത് പെട്ടെന്ന് വെറുതെ അവരിങ്ങനെ പറയണതാണ് കേട്ടാ. ഒരു പ്ലാനിങ് പോലും ഒന്നുമില്ലാണ്ട് ആ സമയത്ത് വരണ വായിൽ തോന്നിയത് ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യണതാണ്. നാടകം എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ കൂടുമ്പോൾ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കും. അതുപോലെ ഇങ്ങനെ നാടകം പോലെയും ചെയ്യും.